കണ്ണൂരിൽ പാനൂർ സ്വദേശിയായ അധ്യാപിക ആദിത്യയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആദിത്യയെ ആൺസുഹൃത്ത് മാനേക്കര സ്വദേശി ശരൺ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദിത്യയുടെ സൗഹൃദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചായിരുന്നു മർദ്ദനം. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു യുവതിയെ ആക്രമിച്ചതെന്നും ആദിത്യയെക്കുറിച്ച് ബന്ധുക്കൾക്ക് അയച്ച മോശം സന്ദേശങ്ങൾ ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്നും പോലീസ് പറയുന്നു. ആദിത്യയെ മർദ്ദിച്ചതായി ആൺസുഹൃത്ത് ശരൺ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ശരണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മുകേരി വള്ളങ്ങാട് സ്വദേശിയായ ആദിത്യ കഴിഞ്ഞ 14-നാണ് വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ ഗസറ്റ് അധ്യാപികയ്ക്കായിരുന്നു ആദിത്യ. എന്തായാലും ആദിത്യ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദിത്യ ആൺസുഹൃത്ത് മാനേക്കര സ്വദേശി ശരൺ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആദിത്യയുടെ സൗഹൃദങ്ങളിൽ സംശയമൊക്കെ പ്രകടിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ മർദ്ദനമുണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ആദിത്യയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ആൺസുഹൃത്ത് ഈ കുട്ടിയെ തുടർച്ചയായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് കാണിച്ചാണ് കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കൂടുതൽ നിർണായകമായ വിവരങ്ങളിലേക്കൊക്കെ എത്തുന്നത്. മാനേക്കര സ്വദേശിയായിട്ടുള്ള ശരൺ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആദിത്യയുടെ സൗഹൃദങ്ങളിൽ സംശയമൊക്കെ പ്രകടിപ്പിച്ചായിരുന്നു ഇയാൾ മർദ്ദിച്ചിരുന്നത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു യുവതിയെ ആക്രമിച്ചതെന്നും ആദിത്യയെക്കുറിച്ച് ബന്ധുക്കൾക്ക് അയച്ച മോശം സന്ദേശങ്ങൾ ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടാകുമെന്നും ഒക്കെ പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ആദിത്യയെ മർദ്ദിച്ചതായി ആൺസുഹൃത്ത് ശരൺ സമ്മതിച്ചിട്ടുണ്ട്.